അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തനിക്ക് വീണ്ടും അറബി ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ ശരിക്കും ഷെഫി ഉസ്താദിന് ഒരു ഭയമായി തോന്നി. പഠിച്ചോനെ, ഇതൊക്കെ എന്തിനാ എനിക്ക്? എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഞാൻ ഒരുപാട് അയച്ചതാണ്. വീണ്ടും ഞാൻ അയക്കുന്നത് ശരിയല്ല എൻ്റെ വീട്ടിലേക്ക്. ഒരിക്കലും ഇതെനിക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇതെല്ലാം ആർക്കെങ്കിലും ദാനം ചെയ്യണം, അല്ലാതെ ഒരിക്കലും ഇത് ശരിയാവില്ല. പഠിച്ചോനെ അല്ലാ, ഇതൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാണോ എന്ന് വരെ ഞാൻ ഭയക്കുന്നു. ആ ഗിഫ്റ്റുകളൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുക പോലും ചെയ്യാതെ ഉസ്താദ് ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു. ഒരു പക്ഷേ പടച്ചിറപ്പ് എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് ഇത്രയധികം സാധനങ്ങളും ക്യാഷുമെല്ലാം തരുന്നത്. ഞാനത് എന്ത് ചെയ്യുന്നുവെന്ന് പടച്ചോൻ നോക്കുന്നുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഇത് മുഴുവനായിട്ട് യൂസ് ചെയ്യാനും എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുവാനും എനിക്ക് ഭയമാണ്. അല്ലാതെ ഇത് മുഴുവനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. എന്തൊക്കെയോ വിലപിടിപ്പുള്ളതാണ്. ഒന്നുകിൽ തൽക്കാലം ഇത് അറബിയെ ഏൽപ്പിച്ച് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ആ ഒരു ബുദ്ധി തോന്നിയത്. പഠിച്ചോനെ, ഇവിടെ ജോലി ചെയ്യുന്ന ആ ഒരു ഫിലിപ്പീൻസ് പെണ്ണ് സുലൈഖ, അവർ നാട്ടിലേക്ക് പോവുകയാണല്ലോ. അതുകൊണ്ട് അവർക്കത് നൽകാം. അവരുടെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കുമൊക്കെ അത് കൊടുത്തോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കും. പിന്നെ ബിസ്മിയുടെ ആ ഒരു പ്രതിഫലം എനിക്ക് ലഭിക്കും. അതുകൊണ്ട് അതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റുകൾ, അതെ, അറബിയുടെ ജ്യേഷ്ഠൻ്റെ മകനും ഭാര്യമാരും നൽകിയ ആ ഒരു ഗിഫ്റ്റുകളെല്ലാം ഷെഫി ഉസ്താദ് ഒന്ന് നോക്കിയെന്നല്ലാതെ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. അത് അറബിയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണം. അതല്ലെങ്കിൽ നേരിട്ട് ഫിലിപ്പീൻസ് പെണ്ണിനെ ഏൽപ്പിച്ചിട്ട്. ഉസ്താദിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. എന്നാൽ ഈ സമയം അതാ അറബിയുടെ മകൾ നാളെ കൂടെയുള്ളൂ ഫിലിപ്പീൻസ് പെണ്ണിൻ്റെ അവസാനത്തെ യാത്ര. അത് കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അതാ പിറ്റേ ദിവസം ഷെഫി ഉസ്താദ് വണ്ടിയെടുത്തു. ഫിലിപ്പീൻസ് പെണ്ണ് സുലൈഖയും സഹറ ബത്തൂലും വാഹനത്തിൽ കയറുന്നു. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കരയുന്നതായിട്ട് ഉസ്താദിനെ അനുഭവിച്ചു തുടങ്ങി. ഏയ് സാരമില്ല മോളെ, ഞാൻ ഇനിയും വരുമല്ലോ. 2-3 മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്തും. ഗദ്ദാമം പോകുന്നതിൽ വളരെയധികം വിഷമമുണ്ട് സഹ്റ ബത്തൂലിനെ. അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം അതുവരേക്കും അവളെ കൊണ്ടു നടന്നിരുന്നത് ഗദ്ദാമിയായിരുന്നു. സാധാരണത്തെ രീതിയിൽ അറബികൾ പെറ്റിടുക എന്നല്ലാതെ മക്കളെ കൂടുതൽ അവർ മുലയൂട്ടുകയോ അല്ലെങ്കിൽ കൂടുതൽ അവരെ സംരക്ഷിക്കുകയോ ചെയ്യില്ല. എല്ലാവരും ഗദ്ദാമകളെ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരെ അങ്ങ് ഏൽപ്പിക്കും. പിന്നെ അവരുടെ കൈകളിൽ കിടന്നാണ് കുഞ്ഞുങ്ങൾ സാധാരണ രീതിയിൽ വളരാറുള്ളത്. എന്നാൽ അവർ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ വളർത്തിയെടുത്ത ഗദ്ദാമകൾ പോകുന്നത് അറിയുമ്പോൾ ഈ കുട്ടികൾ വല്ലാതെ അങ്ങ് സങ്കടപ്പെടും. ഒരുപാട് കരയും. അവരുടെ കൂടെ പോകാൻ കരയും. കാരണം സ്വന്തം മക്കളെ പോലെയായിരിക്കും അവർ പോറ്റിയിട്ടുണ്ടാവുക. സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും ഇല്ലാത്ത സ്നേഹം വേലക്കാരികൾക്കുണ്ടാവും മക്കളോട്. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ വലിയ സങ്കടവുമായിരിക്കും. എന്നാൽ ഇവൾ പോകുകയാണ് എന്നറിഞ്ഞപ്പോൾ ശരിക്കും സഹ്റ ബത്തൂൽ വളരെയധികം സങ്കടപ്പെടുകയാണ്. പോകണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് പറയുന്നു. മോളെ സാരമില്ല, 2 വർഷത്തിലേറെയായി ഞാനിവിടെ നിൽക്കുന്നു, ഒന്ന് പോയിട്ട് വരാം നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിലിപ്പീൻസ് പെണ്ണ് പോകുവാൻ വേണ്ടി നിൽക്കുന്നത്. ദയോടുകൂടെ നല്ല രീതിയിലാണ് സഹ്റ ബത്തൂലിനെ നോക്കുന്നത്. എന്നാൽ ഷെഫി ഉസ്താദിന് ശരിക്കും അത് ഒരു സങ്കടമായിട്ട് തോന്നുന്നു. പാവം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നാടും വീടും ഉപേക്ഷിച്ച്. എന്തൊക്കെ തന്നെയാലും തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഗദ്ദാമൊക്കെ കൊടുക്കാമെന്ന് ഷെഫി ഉസ്താദ് തീരുമാനിക്കുന്നു. എന്തായാലും വേണ്ടില്ല, കഷ്ടപ്പാട് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ വീട്ടുജോലിക്കും മകളെ നോക്കുവാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും എൻ്റെ വകയായിട്ട് അത് കൊടുക്കാം. അല്ലാതെ അങ്ങനെ ആയി കഴിയുമ്പോൾ പടച്ചൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചെങ്കിലും പ്രതിഫലം ലഭിക്കും. അതല്ല എങ്കിൽ നമ്മൾ എല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കില്ല. പാവപ്പെട്ടവർക്ക് കൊടുത്തോട്ടെ, അതായിരിക്കും നല്ലത്. വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളാണ് അതിനുള്ളിലെന്ന് ഷെഫി ഉസ്താദിന് നന്നായിട്ടറിയാം. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അത് സ്വതക്ക ചെയ്യണം എന്ന് തന്നെയായിരുന്നു. വിലപിടിപ്പുള്ള ഐഫോണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ കൈകളിൽ സാധാരണ രീതിയിൽ ഒരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാം. തൽക്കാലം എനിക്കിത് മതി. എന്തിനാണ് ഒരുപാട് ആഡംബരപൂർണമായ ഫോണും വസ്ത്രങ്ങളും സ്പ്രേകളും എല്ലാം ഉപയോഗിക്കുന്നത്?
ഒരു ലളിതമായ ജീവിതം അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാം ലളിതമായതെല്ലാം വിട്ടു. തനിക്ക് അറബികളൊക്കെ സമ്മാനിക്കുന്ന നല്ലതൊക്കെ ലഭിച്ചു തുടങ്ങി. പക്ഷേ കൂടുതലായിട്ട് ദൂർത്തടിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കിട്ടിയത് ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഷെഫി ഉസ്താദ് ഒരുങ്ങി നിൽക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ സ്കൂളെത്തി. അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ കൊണ്ടുപോകുന്നു ഗദ്ദാമ അവളെ. ശരിക്കും അത് ഷെഫി ഉസ്താദ് നോക്കി നിന്നു. പഠിച്ചോനെ, ഇതുവരെയായിട്ട് അവരുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. വളരെയധികം സൂക്ഷ്മതയോടു കൂടിയാണ് അവളെ കൊണ്ടുപോകുന്നത്. റബ്ബേ, ഇത്രമാത്രം സൂക്ഷിച്ചാണല്ലോ ആ പെൺകുട്ടിയെ കൊണ്ടു നടക്കുന്നത്. ഇത്രയൊക്കെ കരുതലുണ്ടായിട്ടും എന്തെന്നറിയില്ല. അതുകൊണ്ടായിരിക്കും പോകുന്നത് വല്ലാത്ത വിഷമം. സത്യം പറഞ്ഞാൽ ഗദ്ദാമ പോകുന്നത് അവൾക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണെന്ന് ഷെഫി ഉസ്താദിന് ബോധ്യമാകുന്നു. ഗദ്ദാമയെ കാത്തിരിക്കുന്നു ഷെഫി ഉസ്താദ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗദ്ദാമ എത്തി. ഗദ്ദാമ പറഞ്ഞു, അവൾക്ക് വിഷമാണ്, ഞാൻ പോവായിട്ട്. ഞാൻ പോകുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഇവിടുത്തുകാരങ്ങനെയാണല്ലോ, മക്കളെ ഒന്നും ശരിക്കും ശ്രദ്ധിക്കൂല. എല്ലാം ഗദ്ദാമകളുടെ കയ്യിൽ കിടന്നല്ലേ വളരുന്നത്. പിന്നെ ചെറുപ്പകാലത്ത് ഇവൾക്ക് വേറെ ആരായിരുന്നു. പക്ഷെ കുറച്ച് വലുതായതിനു ശേഷമൊക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് സത്യം ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് കയറിയിരിക്കണേ. പിന്നെ ഞാനങ്ങ് പ്രിയപ്പെട്ടതായി. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പോഴും പിന്നെ ഡ്രൈവർ മാറിയപ്പോൾ നിങ്ങളെ കിട്ടി. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. മാഷാ അല്ലാ. എന്തായാലും ഞാൻ പോവാണ്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു ഗദ്ദാമ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പിന്നെ അവർ 2-3 മാസത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. താൽക്കാലികമായി അവളെ നിശ്ചയിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ അറബിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂല. കുറച്ചൊരു നല്ല രീതിയിലുള്ളവരെ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അവർ പല പരീക്ഷണങ്ങളും നടത്തുട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നല്ല, അതായത് ക്യാഷായിട്ടും ഗോൾഡായിട്ടും ഡയമണ്ട്സായിട്ടും പലയിടങ്ങളിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവർ വെക്കും. ക്ലീനിങ്ങിനിടയിലൊക്കെ പലരും അതെടുത്ത് ബാഗിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ അവരുടെ ഒരു പരീക്ഷിക്കൽ മാത്രമാണ്. നമ്മൾ ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് അറിയുവാൻ വേണ്ടിയിട്ട്. ഏതൊരു പുതിയ ഗദ്ദാമ വന്നാലും പുതിയ ആളുകൾ ഒക്കെ വന്നാലും തന്നെ അവർ പലയിടങ്ങളായിട്ട് ക്യാഷ് കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് അറിയാത്ത രീതിയിൽ ഇങ്ങനെ പോകും. അലക്ഷ്യമായി കാണാതെ പോയതുപോലെയൊക്കെ നമ്മുടെ മുമ്പിൽ പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിൽ ഗോൾഡ് ചെയിൻ അതുപോലെ ക്യാഷ് എല്ലാം ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് ക്യാഷിനൊരു ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. അവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇഷ്ടം പോലെ കൊടുക്കല്ലേ. അതുകൊണ്ട് ഓല അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കറക്റ്റ് ടൈമിന് എല്ലാം കിട്ടും. അവർക്കെല്ലാം ഫ്രീയും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് വെച്ചാൽ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ നാടാണല്ലോ എണ്ണ സമ്പത്ത് കൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇവിടുത്തെ ഷെയ്ഖ് അത് കൊടുക്കും. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മളൊരു പരീക്ഷണം ഇവിടെ നടത്തും. നമ്മളെ പരീക്ഷിക്കുമ്പോൾ എന്തൊക്കെയായാലും നമ്മളതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നിൽക്കാം. അതല്ല അവർ തരുന്ന തരുന്നല്ല അവർ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ഗോൾഡായാലും ഡയമണ്ട്സ് ആയാലും ക്യാഷ് ആയാലും ഒക്കെ അത് നമ്മൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുകയോ ചെയ്താൽ അവർക്ക് മനസ്സിലാകും. അതല്ല എടുത്തത് അവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുത്താൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരുന്നാൽ അതൊക്കെ അവർ ശ്രദ്ധിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഒത്തിരി. പക്ഷെ അതൊന്നും നമ്മളതൊന്നും ഒരിക്കലും എടുക്കാനോ അതിനൊന്നും പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പെട്ടെന്ന് തെറിക്കും. അങ്ങനെ പല അറബികളും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണാവോ. എന്തൊക്കെ തന്നെയാലും നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ നിങ്ങളിവിടെ നിർത്തുന്നത്. അതല്ലാതെ ഇവിടെ ആരെയും അങ്ങനെ നിർത്തില്ല. മേഡം പറയുന്നത് അതെ, എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യത്തിലാണ് ഞാനും പറയുന്നത്. ഇൻഷാ അല്ലാ ഞാൻ പോവുകയാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ 3 മാസം അതിനിടയ്ക്ക് മറ്റൊരു സ്ത്രീ ഇങ്ങോട്ട് വരും, ഒരു ഗദ്ദാമ. അവളിവിടെ താൽക്കാലികമായി നിൽക്കും. ഇനിയിപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ ആവോ അതൊന്നും അറിയില്ല. എന്തായാലും ഞാൻ മറ്റന്നാൾ പോകുകയാണെങ്കിൽ അവൾ നാളെ എത്തും. ആ രീതിയിലായിരിക്കും. പിന്നെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഷെഫീഖ് ഉസ്താദിനെ വന്ന ഉടൻ മുതൽ തന്നെ കാണാൻ തുടങ്ങിയതാണ് സുലൈഖ എന്ന ഫിലിപ്പീൻസ് പെണ്ണിനെ.
അവർ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തനിക്ക് ആദ്യമൊക്കെ നല്ല ഹെൽപ്പ് തന്നിരുന്നു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. പിന്നെ എനിക്കെൻ്റെ വിജയങ്ങൾ കണ്ടു തുടങ്ങിയതോടെയാണ് പിന്നീട് അവരുമായുള്ള ബന്ധം കുറച്ചങ്ങ് കുറഞ്ഞത്. ആദ്യം എല്ലാത്തിനും അവർ തന്നെയായിരുന്നു. കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കുവാനും പറഞ്ഞു തരുവാനും എല്ലാത്തിനും അവർ ഉഷാറായിരുന്നു. എന്തൊക്കെ തന്നെയല്ല, നാളെയാണ് ഗദ്ദാമ പോകുന്നത്. താൻ കരുതിയ ആ ഒരു ഗിഫ്റ്റ് അതവർക്ക് കൊടുക്കണമെന്ന് കരുതുന്നു. അങ്ങനെ അതാ ഷെഫി ഉസ്താദും ഗദ്ദാമയും വീട്ടിലെത്തി. ഷെഫി ഉസ്താദ് തൻ്റെ റൂമിലേക്ക് പോകുന്നു. താൻ എന്നും എടുക്കാനുള്ള ക്ലാസ് തുടങ്ങുന്നു. അതുപോലെ തന്നെ അവിടെ കരുതി വച്ചിരുന്ന ആ ഒരു ഗിഫ്റ്റ് കവറുകൾ അത് ഷെഫി ഉസ്താദ് എടുത്ത് കൊടുക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് അറബിയോട് പറയാഞ്ഞാൽ വല്ല മോശവും ഉണ്ടാകുമോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ വേണ്ട, താൻ തൻ്റെ ഇഷ്ടത്തിന് കൊടുക്കണ്ട, ഇനി അറബിയുടെ കൈകളിൽ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദ് അതെല്ലാം ഒന്നുകൂടെ സെറ്റാക്കി ബോക്സാക്കി ഒന്ന് ഓപ്പൺ ചെയ്യുക പോലും ചെയ്യാതെ കൊടുക്കുവാൻ വേണ്ടി അറബിയുടെ അരികിലേക്ക് പോകുന്നു. യാ അർബ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. യാ ഷഫീഖ്, വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു. അറബിയും അറബിച്ചിയും അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ ഷെഫി ഉസ്താദ് അറബിയോട് പറയുന്നു. അർബ, അത് നാളെ ഗദ്ദാമ പോവല്ലേ, അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റുകൾ കുറച്ച് അവർക്ക് കൊടുക്കാം, അവർ കൊണ്ടുപോയിക്കോട്ടെ നാട്ടിലേക്ക്. എന്നാൽ പിന്നെ അതുപോലുള്ളതൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ? ഉസ്താദിൻ്റെ വാക്ക് കേട്ട് അറബി ശരിക്കും ഞെട്ടി. യാ ഷഫീഖ്, എന്താ നീ പറയുന്നത്? അതിൽ അത്രയ്ക്കും വിലപിടിപ്പുള്ള സാധനങ്ങളാണ്, ലോക്കൽ ഐറ്റംസ് അല്ല, എല്ലാം നല്ല വിലപിടിപ്പുള്ള, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതല്ലേ, അപ്പം നിങ്ങൾ കൊടുക്കുന്നത് അത് ശരിയാണോ? അത് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ വാങ്ങി, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക ചെയ്യാം. പക്ഷേ എന്നാലും എനിക്ക് അത്രക്കും വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഞാൻ വരെ അത്രക്കും വിലപിടിപ്പുള്ള യൂസ് ചെയ്യാറില്ല ഇവിടെ. നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും ഭാര്യമാരും അത്രക്കും നല്ല ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നതാണ്, അപ്പോൾ നീ അത് ഉപയോഗിക്കുന്നതായിരിക്കും അവർക്കിഷ്ടം. ഇനി അതല്ല, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ കേട്ടോ. കാരണം ചില ആളുകൾക്ക് ഏറ്റവും നമ്മൾ കൊടുക്കുമ്പോൾ, സ്വതക്ക ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണമെന്നാണ്. അതാണല്ലോ നമ്മളൊക്കെ പഠിച്ചത്. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള ആ സാധനങ്ങൾ നീ ഗദ്ദാമൊക്കെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഷഫീഖ് ഉസ്താദിനോട് അതാണ് പറഞ്ഞത്. ഷെഫി ഉസ്താദ് തൻ്റെ ആ ഫോൺ പോലും ഒന്ന് മാറ്റാതെ ആ പുതിയ ഐറ്റംസ് ഐഫോൺ അതങ്ങ് എല്ലാം അവൾക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാൽ ഈ സമയം അറബി പറയുന്നു ഭാര്യയോട്, അതെ ഷെഫി ഉസ്താദ് എല്ലാം ഗദ്ദാമൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത്? ഇന്നലെ കിട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. ഓ അങ്ങനെ, മൈ ഗോഡ്, അപ്പോൾ എത്ര വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ അത് കൊടുക്കുമോ? ഓ നമ്മളൊക്കെ അത്ര വിലപിടിപ്പുള്ള വാങ്ങാറ് പോലില്ലല്ലേ. അത് എന്തായാലും വേണ്ടില്ല, അവളുടെ ഉസ്താദിന് ഇഷ്ടം പോലെ ആവട്ടെ. അദ്ദേഹത്തിന് മനസ്സിലും സംതൃപ്തി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തെങ്കിലും കിട്ടൂ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായത് കൊണ്ട് തന്നെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലെ ആഗ്രഹം അതായിരിക്കും. ഇനി നമ്മളായിട്ട് അത് തട്ടിത്തെറിപ്പിക്കണ്ട. എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദ് എന്തൊക്കെയോ സാധനങ്ങൾ എന്ന് പോലും തുറന്ന് നോക്കാതെയാണ് അതെല്ലാം അവർക്ക് വേണ്ടി നൽകുന്നത്. അങ്ങനെ അവർ റൂമിലെത്തി അറബിയുടെ സമ്മതവും കിട്ടി. അത്രയ്ക്കും വിലപിടിപ്പുള്ള ആ ഒരു ഗിഫ്റ്റ് സെറ്റ് ഗദ്ദാമയ്ക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് എന്ന് ഗദ്ദാമ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഷെഫി ഉസ്താദിനോട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഗദ്ദാമ അങ്ങോട്ട് വന്നപ്പോൾ ഷെഫി ഉസ്താദ് പറയുന്നു, സഹോദരി, നിങ്ങൾ നാട്ടിൽ പോകുമ്പോഴേ എനിക്ക് ഒരു സാധനം ഏൽപ്പിക്കാനുണ്ട്. എന്ത് സാധനം? അല്ല, ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് ഇന്നലെ അറബി വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനമെല്ലാം. ഓ മൈ ഗോഡ്, നോ, അതൊന്നും വേണ്ട, പഠിച്ചോനെ അറബി കണ്ടല്ലോ എന്ത് വിചാരിക്കും? ഇല്ല കുഴപ്പമില്ല, അറബിയോട് സമ്മതം ചോദിച്ചാണ്. ഷെഫി ഉസ്താദിനോട് സ്നേഹവും ബഹുമാനവും ഗദ്ദാമക്ക് കൂടി. അല്ലോ വേണ്ട, ഇത്രയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ എനിക്കത് ഉപയോഗിക്കാൻ പോലുമുള്ള അവകാശമില്ലാത്തത് പോലെയാണ്. അത്രയൊന്നും വേണ്ട, ഇത് എൻ്റെ ഒരു സമ്മാനമായിട്ട് കരുതണം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളവിടെയുള്ള പാവപ്പെട്ടവർക്ക് ഇത് സമ്മാനിക്കണം.
എൻ്റെ ഒരു അപേക്ഷയാണ്. ശരിക്കും ഫിലിപ്പൈൻസ് പെണ്ണ് ഞെട്ടിപ്പോയി. റബ്ബേ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കാണുന്നത്. ഇത്രയധികം വലിയൊരു ഗിഫ്റ്റ്, പഠിച്ചോനെ. അത് ഉസ്താദ്, എനിക്ക് പകുതി മതി. എന്നാൽ ഇതിൻ്റെ ഇത്രയധികമൊന്നും എനിക്ക് വേണ്ട. ഇതിൻ്റെ പകുതി അല്ലെങ്കിൽ എന്തെങ്കിലും 2 സാധനം മാത്രം മതി. ഒരിക്കലും ഞാനിത് കൊണ്ടുപോകുന്നത് ശരിയല്ല. നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതാണ്. അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദ്, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു കവറ് നൽകുന്നു. അതിലെന്തൊക്കെയാണെന്നോ ഒന്നും ഷെഫി ഉസ്താദ് നോക്കിയതേ ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയാലും അറബികൾ പോകുവാനുള്ള, അവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, കാര്യങ്ങൾ എല്ലാം വാങ്ങിയിട്ടുണ്ട്. നാളെയാണ് ഗദ്ദാമ പുറപ്പെടുന്നത്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ട്. കാരണം ഇനി മോളെ കൊണ്ടാക്കാൻ ഞാൻ മാത്രമാണല്ലോ ഉണ്ടാവുക. ഇനി വേറൊരു പെണ്ണ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ എത്തരക്കാരിയാണ് എന്നൊന്നും എനിക്കറിയുന്നേയില്ല. റബ്ബേ, നീ കാക്കല്ല. ഷെഫി ഉസ്താദിന് അല്പം ഭയം തോന്നി. ഗദ്ദാമക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ് അറബി ഫാമിലി. എന്തൊക്കെ തന്നെയാലും അവരുടെ മകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചതുകൊണ്ടും അവൾക്ക് പ്രത്യേകമായി എന്തൊക്കെയോ സമ്മാനങ്ങളും നൽകുന്നുണ്ട്. പിന്നെ സുലേഖ, 2 മാസം കേട്ടോ അറബിയമ്മയുടെ വാക്ക്. നോ പ്ലീസ് 3 months. ഫിലിപ്പൈൻസ് പെണ്ണ് കേണപേക്ഷിക്കുന്നു. 3 months, 2 months. 2 months തന്നെ എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടും എന്നുള്ള രീതിയിലാണ്. പക്ഷെ 3 months എന്നൊക്കെ പറയുമ്പോഴേ ഒരുപാടായില്ലേ എന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെ തന്നെയല്ലേ യാ അല്ലാ സൊറ എന്ന് പറഞ്ഞിട്ട് അറബി പറഞ്ഞു, 3 മാസം അവൾ അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ ഷെഫി ഉസ്താദ് ഉണ്ടല്ലോ. ശരിക്കും അറബി പെണ്ണ് ഞെട്ടിപ്പോയി. ഷെഫി ഉസ്താദ്? അത് ഷെഫി ഉസ്താദ് ഡ്രൈവറല്ലേ? ഇവളെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു ഗേള് അത് വരുമായിരിക്കും. എന്തായാലും അവൾ സുലേഖ സന്തോഷത്തോടെ പോയി വരട്ടെ. അങ്ങനെ അവൾക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊടുത്തു. ഷെഫി ഉസ്താദ് കൊടുത്ത ആ ഒരു കവറും അവരുടെ കൈകളിൽ കൊടുത്തു. ഇതും കൂടെ എനിക്ക് എങ്ങനെയൊക്കെ തന്നെ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടായിരിക്കും അല്ലേ, ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത്. എന്തായാലും മാഷാ അല്ലാ, പഠിച്ചം തുടക്കട്ടെ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ശരിക്കും ഗദ്ദാമക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ അറബി വീട് വിട്ടുപോകുന്നതിൽ. പക്ഷേ നാട്ടിൽ നിന്ന് വന്നിട്ട് എത്രയായി, ഒരു നോക്ക് കാണുവാൻ തൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അവൾ അത് പോകുവാൻ നിർബന്ധിതയായിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.